ഹലോ മക്കളെ, നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ജപ്പാനിലെ സ്ട്രീറ്റ് ഫുഡായ ഒക്കോനോമിയാക്കി ട്രൈ ചെയ്യാനായിട്ടാണ്. ഞങ്ങൾ കുറേ കേട്ടിട്ട് ഇനിയാണ് കുറച്ച്, പക്ഷെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോണേട്ടാ. ഇതിങ്ങനെ ബോൾ ഷേപ്പിൽ മാത്രമല്ല, ഇതിങ്ങനെ ഒരു പാൻ കേക്കിന്റെ ഷേപ്പിൽ വലിയൊരു റൗണ്ട് ഷേപ്പിലും കൂടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഫില്ലിംഗ് എന്താണെന്നറിയോ? ഇതിന്റെ ഉള്ളിൽ ക്യാബേജും ബാറ്ററും എഗ്ഗും മീറ്റ് അല്ലെങ്കിൽ സീ ഫുഡൊക്കെ വെച്ചിട്ടുള്ള ഒരു മിക്സ്ഡ് ഒരു സാധനമാണ്. അപ്പോൾ വായോ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്. ഹലോ, അപ്പോളേ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ജപ്പാനിലെ അടുത്തൊരു സംരംഭം കൊണ്ടാണ്. ഇതാണ് ഒക്കോനോമിയാക്കി. ഒക്കോനോമിയാക്കി ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യം ഈ സാധനം കാണണം കേട്ടോ. അപ്പൊ ഇത് ഇന്ന് ചോപ്സ്റ്റിക്ക് ഒക്കെ തന്നിട്ടുണ്ട്, പിടിക്കാറില്ല, പക്ഷെ അവളത് ഇന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ചോപ്സ്റ്റിക് കൊണ്ട് പറ്റില്ല, ഞാൻ ആ സാധനം വെച്ചെടുക്കട്ടാ. ടൂത്ത് പിക്ക് ഉണ്ട്, അത് കുത്തി വെച്ചിട്ടുണ്ട്. ആടി ചോപ്സ്റ്റിക് നല്ലതാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ സുഷി പോലെ തന്നെ ഇതും അട്ടർ ഫെയിൽ ആയിരിക്കാണ് ഗൈസ്. തുപ്പാനാണോ പോണത്? അപ്പൊ ശരി, പിന്നെ കാണാം. അതിന്റെ ഉള്ളിലിരിക്കണ നോക്കി ആരാന്ന്? ഇതാരാന്ന്? നീരാളി. തെങ്ങ 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 തെങ്ങ. പക്ഷെ എനിക്ക് ഇഷ്ടായിട്ടാ. അതാ എനിക്ക് ഇതിന്റെ സ്മെല്ല പിടിക്കാത്ത. എനിക്ക് ഇവിടത്തൊന്നും സ്മെല്ല് പിടിക്കണില്ല. അവൾക്ക് ഇഷ്ടായി. സബോള ഇത് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല, കുഴപ്പമില്ല. എന്ത് ടേസ്റ്റാ? ടേസ്റ്റ് എന്ത് ചീഞ്ഞ സാധനം. അപ്പൊ 400 തന്നെ. ഇത് ഫേമസ് അവിടുത്തെ ഒസാക്കയിലത്തെ ഫേമസ് ഫുഡാ. പക്ഷെ നമ്മുടെ പൊറോട്ടയും ബീഫൊക്കെ വെച്ച് ഇവർക്ക് ഇഷ്ടം, പക്ഷെ ഇവരുടെ കഴിച്ചാൽ നമുക്ക് ഇഷ്ടമല്ല. അതാണ് വ്യത്യാസം. സ്മെല്ലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തോണ്ടല്ലേ ഞാൻ അതും കാണിച്ചു. സ്മെല്ല